everyone, welcome to the world of digital marketing at Entry. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചാറ്റ് GPT. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരിക്കലും ഒരു വൺസെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചാറ്റ് GPT എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കതിന് റിപ്ലൈ തരും അല്ലെങ്കിൽ നിങ്ങൾക്കതിന് റിസൾട്ട് കിട്ടും. പക്ഷെ അത് കറക്റ്റായിട്ട് ഏത് രീതിയിൽ ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ചാറ്റ് GPTയിൽ കയറിയിട്ട് ഇപ്പോൾ പറയാണ് ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ കലണ്ടർ അല്ലെങ്കിൽ ക്രിയേറ്റ് എ 1 month സോഷ്യൽ മീഡിയ കലണ്ടർ ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടും. അത് തന്നെ വേറൊരാൾ കൊടുക്കുകയാണെങ്കിലും അവർക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള രീതിയിലൊരു റിസൾട്ട് അതിന് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇത് പ്രോപ്പറായ രീതിയിൽ ഇപ്പം നമ്മളൊരു കലണ്ടർ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾക്ക് അതിനൊരു ഗോൾ ഉണ്ടാവും, നമ്മൾക്ക് അതിൽ നിന്നും കിട്ടേണ്ട ഒരു റിസൾട്ട് ഉണ്ടാവും. മേ ബി അതിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ കോണ്ടൻറ്റ് കണ്ട് അത് എൻ്റെ ബ്രാൻഡിന് ഓർത്ത് വെക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിന് കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അങ്ങനെ പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടല്ലേ. സോ അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു ഫോമാറ്റ് ഉണ്ട് ഈ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതിന്. സോ അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ്, ഈ പ്രോംപ്റ്റ് എന്താണെന്ന് അറിയാത്തൊരു ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നമ്മൾ ചാറ്റ് GPTയിൽ കയറിയിട്ട് നമ്മൾ ഒരു സംഭവം ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് നമ്മൾക്ക് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചോദിക്കണം, ചാറ്റ് GPTയോട് ചോദിക്കണം, എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടുന്നത്, എനിക്ക് ഈ ഒരു റീൽ സ്ക്രിപ്റ്റാണ് വേണ്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കോണ്ടൻറ്റ് ആണ് വേണ്ടുന്നത് എന്ന് ഞാൻ പറയില്ലേ, അതിനാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അത് ശരിയായ രീതിയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്താണോ പറയുന്നത്, എന്താണോ കൊടുക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് അതിന് റിട്ടേൺ വരുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചാറ്റ് GPTയിൽ പ്രോംപ്റ്റ് കൊടുക്കുമ്പം നിങ്ങൾ ആദ്യം തന്നെ ചാറ്റ് GPTക്ക് അവർ ഏത് രീതിയിലുള്ള റോളായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് ബേസിക്കലി നിങ്ങൾ ചാറ്റ് GPTയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പേഴ്സോണ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ, ആ രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചാറ്റ് GPTയുടെ അടുത്ത് പറയേണ്ടത്. സോ അതാണ് റോള് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സോണ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് പറയാം. ആൻഡ് ദെൻ ടാസ്ക് പറയുക എന്ന് പറയുമ്പം നിങ്ങളുടെ ഗോൾ, അതായത് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ടാസ്ക് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാസ്ക് പറയുക എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമാറ്റ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കലണ്ടർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയ കലണ്ടർ സെറ്റ് ചെയ്യണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അത് എന്ത് ടൈപ്പിലായിരിക്കും അല്ലെങ്കിൽ എന്ത് ഫോമാറ്റിലായിരിക്കും വേണ്ടി വരാം, നിങ്ങൾക്കൊരു ടേബിൾ ഫോമാറ്റിലായിരിക്കും വേണ്ടി വരാം അല്ലേ. അപ്പോൾ അതും വ്യക്തമാക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതായത് ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ആൻഡ് പിന്നെ നമുക്ക് പറയേണ്ടത് ഇന്ന റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം, അതായത് ഈ ഒരു ടോണിലായിരിക്കണം അത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റിംഗ് ടോൺ, ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം, ഇതിങ്ങനെ എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്, ഇതിൽ ക്യാപ്ഷൻസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതിൽ ഹുക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതിലൊരു ഒരു 5 റീൽസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു 2 കെറോസൽ പോസ്റ്റേഴ്സ് ഉണ്ടാവണം. ഈ രീതിയിൽ നമ്മൾ കണ്ടീഷൻസ് കൊടുക്കാം. ആൻഡ് ഫൈനലി നമ്മൾ അവരുടെ അടുത്ത് പറയാണ് പർപ്പസ്, അതായത് ഓക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് ചാറ്റ് GPT നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് എൻ്റെ ബിസിനസ്സിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, എൻ്റെ ബിസിനസ്സിന് ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതിനുള്ള റീസൺ എന്താണെന്നുള്ളതും കൂടി ചാറ്റ് GPTയുടെ അടുത്ത് തരാൻ വേണ്ടി പറയാം. സോ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പം പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചർ നമ്മൾ ചാറ്റ് GPTയുടെ അടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇപ്പം ഇവിടെ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു 1 month സോഷ്യൽ മീഡിയ കലണ്ടർ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ കലണ്ടർ എന്താണെന്നുള്ളത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു മാസത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോകേണ്ട കോണ്ടൻറ്റ്സ് എന്തൊക്കെയാണ്, അത് മേ ബി റീൽസ് ആയിരിക്കാം, കെറോസൽസ് ആയിരിക്കാം, പോസ്റ്റേഴ്സ് ആയിരിക്കാം, ഇനി യൂട്യൂബിൽ തന്നെ ഷോർട്സ് ആയിരിക്കാം, ലോങ് വീഡിയോസ് ആയിരിക്കാം, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ മീഡിയ കലണ്ടർ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഞാനിവിടെ ലൈവായിട്ട് ചാറ്റ് GPTയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓഫ് നമ്മൾ ചാറ്റ് GPT എടുക്കുക. ആൻഡ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോംപ്റ്റ് ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്യാണ്. ആൻഡ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാൻ ചാറ്റ് GPTയിൽ ഞാൻ
കൊടുക്കണം. ഓക്കെ, ഈ പ്രോംപ്റ്റ് വേണ്ടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഈ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. ആൻഡ് സോ ഞാൻ കൊടുത്തു. ആൻഡ് ഇവിടെ എനിക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, എനിക്ക് വേണ്ടുന്ന രീതിയിൽ. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അവെയർനെസ്, ഇപ്പം ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൺസിഡറേഷൻ ആൻഡ് കൺവേർഷൻ. അപ്പം ഇത് ബേസിക്കലി ഇവർ ക്രിയേറ്റ് ചെയ്തതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് വ്യക്തമാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ റോള്, ആക്ട് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് വിത്ത് എക്സ്പെർട്ടൈസ് ഇൻ ഫണൽ ബേസ്ഡ് സോഷ്യൽ മീഡിയ പ്ലാനിങ്. ഫണൽ ബേസ്ഡ് മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, സോ അതാണ് റോളായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ChatGPT ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ 1 month കോണ്ടന്റ് കാലണ്ടർ ഫോർ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ്. അത് നമ്മൾ ഗോൾ അല്ലെങ്കിൽ ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കൊടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം വർക്ക്സ് എന്താണ്, ഇവിടെ നമ്മളുടെ ഐഡ മോഡൽ വെച്ചത് മാർക്കറ്റിംഗ് ഫണലിൽ വെച്ചിട്ടാണ് ഞാൻ കലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫ്രെയിം വർക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെന്താണ്, കൺസ്ട്രെയിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ലൈക്ക് റീൽസ് ഇൻക്ലൂഡ് ചെയ്യണം, ട്യൂട്ടോറിയൽസ് ഇൻക്ലൂഡ് ചെയ്യണം, ടെസ്റ്റിമോണിയൽസ് ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഫൈനലി എന്താണ്, ഡെലിവറബിൾസ്, ലൈക്ക് അവർക്ക് എന്തൊക്കെയാണ്, ഇപ്പം കോൾ ടു ആക്ഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ, എന്ത് ഹുക്കാണ്, എന്ത് കോണ്ടന്റ് ഐഡിയ ആണ് കൊടുക്കേണ്ടത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനനുസരിച്ചിട്ടാണ് എനിക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ 1 month സോഷ്യൽ മീഡിയ കലണ്ടർ ഇവിടെ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കലണ്ടർ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് കലണ്ടർ, 1 month കലണ്ടർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പ്രോംപ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളൊരു ഫോമാറ്റ്, ഇതിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ഇത് ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.